കണ്ണൂർ ചെങ്ങളായിയിൽ കണ്ടെത്തിയ നാണയങ്ങളും മുത്തുകളും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മഴക്കുഴി നിർമ്മാണത്തിനിടെ തൊഴിലാളികൾക്ക് ലഭിച്ച വസ്തുക്കൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, വീണ്ടും ഇവിടെ നിന്ന് നാണയങ്ങളും മുത്തുകളും കിട്ടിയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങളായി പരിപ്പായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ ലഭിച്ച സ്ഥലത്ത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് കുഴി കുത്തുന്നതിനിടെയാണ് ഈ പാത്രം കിട്ടുന്നത്. അതിനുള്ളിലായിരുന്നു അത്. പിന്നീട് ഇന്നലെ ആഭരണങ്ങളാണ് അതിലുള്ളത്. സ്വർണ്ണ ലോക്കറ്റുകളൊപ്പം നാണയങ്ങൾ, പതക്കങ്ങൾ അങ്ങനെയുള്ളവയാണ് അതിൽ ഉള്ളത്. അവ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ പരിശോധനയടക്കം നടക്കണം. അതിൻ്റെ മാറ്റി നോക്കണം, അതിൻ്റെ പഴക്കവും മൂല്യവും ഒക്കെ നിർണ്ണയിക്കണം. ആ കാര്യങ്ങൾ റവന്യൂ വകുപ്പാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. ആ നടപടി തുടരും. അതിനിടെ ഇന്ന് വീണ്ടും തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. അങ്ങനെ അവർ വീണ്ടും ഇവിടെ ജോലിക്കായി എത്തിയ ഘട്ടത്തിലാണ് 5 വെള്ളി നാണയങ്ങളും 2 സ്വർണ്ണ മുത്തുകളും കിട്ടിയത്. ഒരുപക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആ പാത്രം പൊട്ടിച്ചപ്പോൾ പുറത്തു പോയത് തന്നെ ആയിരിക്കാം എന്നതാണ് നിഗമനം. പക്ഷേ അത് റവന്യൂ വകുപ്പിന് അതിന് കസ്റ്റഡി കൈമാറേണ്ടതുണ്ട്. പോലീസ് ശ്രീകണ്ഠാപുരം പോലീസ് സ്ഥലത്തെത്തുകയും ഈ വസ്തുക്കൾ ഇവരിൽ നിന്ന് കൈപ്പറ്റി അവർ ഇപ്പോൾ അത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, അവിടെ സമർപ്പിക്കും. അതിനുശേഷം ഇവയെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും പരിശോധനയിലേക്ക് പോവുക. പുരാവസ്തു വകുപ്പിൻ്റെ പരിശോധന എന്തായാലും ഉണ്ടാകും എന്നാണ് റവന്യൂ വകുപ്പ് അറിയിക്കുന്നത്. ആ പരിശോധനകളിലേക്ക് പോകും. പക്ഷേ ഇതിലൊരു കൗതുകമൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനൊരു നിധിയാണോ ഇത് എന്ന ഒരു കൗതുകം, അതിൽ വല്ലാത്തൊരു കൗതുകമുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ മറ്റേതെങ്കിലും നിലയ്ക്ക് അതാ ഈ ആഭരണങ്ങളുടെ സ്വഭാവത്തിൽ ഉള്ളതാണ്. അതിൻ്റെ കാലപ്പഴക്കമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സ്വഭാവങ്ങളുണ്ടോ, അവയെല്ലാം പുരാവസ്തു വകുപ്പിൻ്റെ പരിശോധനയിൽ നിന്ന് മാത്രം വ്യക്തമാകേണ്ടതാണ്. പക്ഷേ ഈ പുരാവസ്തു ആക്ട് പ്രകാരം ഇങ്ങനെ വസ്തുക്കൾ കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ അത് റവന്യൂ വകുപ്പാണ് അതിൻ്റെ സ്വാഭാവിക കസ്റ്റോഡിയനായി മാറുക. അവർ പിന്നീട് പുരാവസ്തു വകുപ്പിനൊക്കെ അതിൻ്റെ അനുമതി നൽകുകയാണ്. അതായത് RDO ആയിരിക്കും പിന്നീട് അതിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കുക. പിന്നീട് അതിൻ്റെ പരിശോധനകളിലേക്ക് പോകും. പിന്നീടുള്ള തീരുമാനം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് തലത്തിൽ തന്നെ റവന്യൂ വകുപ്പ് തലത്തിൽ തന്നെ എടുക്കേണ്ടതുമാണ്. പക്ഷേ ഈ പറമ്പിൽ ഇപ്പോഴും തൊഴിലാളികളൊക്കെ ഇവിടെ ഈ ജോലികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അവർ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. 18ഓളം തൊഴിലാളികളുണ്ട്. അവരിങ്ങനെ ഇവിടെ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പാത്രം ലഭിക്കുകയും ആദ്യഘട്ടത്തിൽ അവർക്കൊരു സംശയവും ആശങ്കയും ഉണ്ടായിരുന്നു ഇതെന്താണെന്ന്. പിന്നീട് ധൈര്യം സംബന്ധിച്ച് തുറന്നു നോക്കി എന്നാണ് അവരെല്ലാം നമ്മളോട് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ ഒരു കൗതുകം എന്താണ്, അതിൻ്റെ അകത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ ഒക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നതൊക്കെ പുരാവസ്തു വകുപ്പിൻ്റെ പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതാണ്. വീണ്ടും ലഭിച്ച വസ്തുവകൾ ഏതായാലും ശ്രീകണ്ഠാപുരം പോലീസ് ഇവിടെ എത്തി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. വേണം സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്.